കർത്തൻ തന്നൂടെ സ്നേഹിതരാം 12 അപ്പോസ്തലന്മാർ പ്രേക്ഷിത വേലയ്ക്കായി നൽകി ജീവനിതും തൻ ജീവിതവും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, നമ്മുടെ സഭയുടെ 5 നോമ്പുകളിൽ പ്രധാന ഒരു നോമ്പാണ് ശ്ലീഹന്മാരുടെ നോമ്പ്, ശ്ലീഹാ നോമ്പ് എന്ന് അറിയപ്പെടുന്നു. അത് ജൂൺ 16 ആരംഭിച്ച് 29 അവസാനിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം യുവജന പ്രസ്ഥാനം തൽമിദീം 24 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ശിഷ്യന്മാരെക്കുറിച്ച് ആഴമായി പഠിക്കാനായിട്ട് നിങ്ങളൊക്കെ അതിനകത്ത് സംസാരിച്ചവരാണ്. നമുക്ക് ഈ വർഷം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആ ഉദ്യമത്തെ അഭിനന്ദിക്കുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വലിയ ജനപിന്തുണ കർത്താവ് ലഭിച്ചു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് കർത്താവ് പറയാൻ തുടങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം കർത്താവിൻ്റെ പിന്നാലെ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഉപദേശങ്ങളായിട്ടും അത്ഭുതങ്ങളായിട്ടും സൗഖ്യദാനമായിട്ടൊക്കെ കർത്താവ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷവും തൻ്റെ ഉയർപ്പിന് ശേഷവും സ്വർഗാരോഹണത്തിന് ശേഷവും ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. അത് സുവിശേഷങ്ങൾ പല ഭാഗത്തും 12 പേരെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു. 12 അപ്പോസ്തലന്മാർ കൂടാതെ സഭയുടെ ശില്പിയായ പൗലോസിനെ കുറിച്ചും ചേർത്താണ് 13 നോമ്പ് എന്ന് പറയുന്നത്. അപ്പോസ്തോൽ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അത് ഗ്രീക്ക് പദമാണ്, പദമാണ് അതിൻ്റെ ഒറിജിൻ. കമ്മീഷൻഡ് പേഴ്സൺ, ഓതറൈസ്ഡ് ഏജൻ്റ് എന്നൊക്കെ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിനായി ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും കർത്താവ് ആ കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിക്കുകയായിരുന്നു. ഈ ശിഷ്യന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? അവരാരായിരുന്നു? അവരെ കർത്താവ് തൻ്റെ ദൗത്യത്തിനായിട്ട് വിളിക്കുമ്പോൾ അവർ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? അതിൽ പലരും മത്സ്യം പിടിക്കുന്നവരായിരുന്നു, മറ്റു പല ജോലികൾ വ്യാപൃതരായിരുന്നു. അവരെ വിളിച്ച് വേർതിരിച്ച് ദൗത്യ നിർവഹണത്തിനായി കർത്താവ് അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഈ ശിഷ്യന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? അലീനയ്ക്ക് എന്തറിയാം ഈ ശിഷ്യന്മാരെക്കുറിച്ച്? ആരെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും? എനിക്ക് മത്തായി സ്ലീഹയെ പറ്റി അറിയാം. ചുങ്കം പിരിച്ചിരുന്ന മത്തായി സ്ലീഹ യഹൂദന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. തോമാസ് സ്ലീഹയെ പറ്റിയും അറിയാം. തോമാസ് സ്ലീഹ ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തെ പറ്റി മുൻകാല കൃതികളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ശീമോനെ കുറിച്ചറിയാം. ശീമോൻ യഹൂദന്മാരുടെ വിപ്ലവത്തിലെ ഒരു ഭാഗമായിരുന്നു. യൂദായെ പറ്റിയും അറിയാം. യൂദായെ പറ്റി മുൻകാല ജീവിതാനുഭവത്തെ പറ്റിയും ഒന്നും പരാമർശിച്ചിട്ടില്ല. എനിക്ക് യാക്കോബിനെയും തദേവസിനെയും കുറിച്ചറിയാം. അൽഫായുടെ മകനായ യാക്കോബിൻ്റെ മുൻകാല ജീവിതത്തെപ്പറ്റി എങ്ങും പരാമർശിച്ചിട്ടില്ല. തദിയൂസിനെ പറ്റിയും അറിയാം. തദിയൂസ് ഒരു കരകൗശലക്കാരനായിരുന്നു എന്ന് പറയപ്പെടുന്നു. യാക്കോബിനെ യോഹന്നാനെ പറ്റി പറയാം. യാക്കോബ് സെബദി പുത്രനായ യാക്കോബ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. യോഹന്നാൻ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഇവർ രണ്ടുപേരും തൻ്റെ പിതാവിൻ്റെ കൂടെ ബത്സദയിൽ മത്സ്യബന്ധനത്തിന് പോകുമായിരുന്നു. എനിക്ക് ഫിലിപ്പോസിനെയും ബർത്തലോമായും പറ്റി പറയാം. ഫിലിപ്പോസ് ഇദ്ദേഹം ബത്സൈബക്കാരനായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. പിന്നെ ബർത്തലോമ ഇദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, ആഴമേറിയ വിശ്വാസിയുമായിരുന്നു. നദാനിയൽ എന്നാണ് ഇദ്ദേഹത്തിന് മറ്റൊരു പേര്. എനിക്ക് പത്രോസിനെയും അന്ത്രയോസിനെയും പറ്റി അറിയാം. പത്രോസ് സ്ലീഹ ബത്സൈദയിലെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു.
അദ്ദേഹം വളരെ ധീരനും ആവേശകരമായ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അന്ത്രയോസ് ശ്ലീഹ പത്രോസിൻ്റെ സഹോദരനായിരുന്നു. അദ്ദേഹം ആദ്യം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ 12 പേരെക്കുറിച്ചും നിങ്ങളുടെ അറിവ് നല്ല അറിവാണ്. അതിലെനിക്ക് പറയാനായിട്ടുള്ളത്, അന്ത്രയോസ് ശ്ലീഹയാണ് ആദ്യം കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്നത്. കർത്താവ് ആദ്യം അന്ത്രയോസിനെയാണ് വിളിക്കുന്നത്. അന്ത്രയോസ് പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും അന്ത്രയോസ് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അന്ത്രയോസ് യവനന്മാർ ഗ്രീക്കുകാർ വന്ന് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ത്രയോസാണ്. അതുപോലെ തന്നെ 5 അപ്പവും 2 മീനും എന്നുള്ള സംഭവത്തിൽ ആ ബാലകനെ കണ്ടുപിടിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് അന്ത്രയോസാണ്. അന്ത്രയോസാണ് ആദ്യത്തെ ശിഷ്യൻ. അന്ത്രയോസ് ചെന്നാണ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. മറ്റ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ ഇവരെ എല്ലാവരും കൂടുതൽ പേരും ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു, മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തോമാസ് ശ്ലീഹ നന്നായിട്ട് പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇവരെല്ലാം ആരായിരുന്നു ചോദിച്ചാൽ ഇവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷേ അവർ യോഗ്യരായതുകൊണ്ടല്ല കർത്താവ് അവരെ വിളിച്ചത്. അവരെ വിളിച്ച് കർത്താവ് യോഗ്യന്മാരാക്കുക ചെയ്തത്. കർത്താവിൻ്റെ സുവിശേഷ വേല നിർവഹിപ്പാൻ തക്കവണ്ണം അവരെ ജ്ഞാനം കൊണ്ട് നിറച്ച് അവരെ പരിശീലിപ്പിച്ച് അവരെ അയക്കുകയായിരുന്നു. അപ്പോൾ മറ്റുള്ള ശിഷ്യന്മാരെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവരെ തുറന്നുള്ള ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നുകൊണ്ട് നമുക്ക് നിർത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.